തുണിയിൽ നൂല് പൊങ്ങി വരിക എന്ന് പറയുന്നത് എന്നും നമുക്കെല്ലാം ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. യൂഷ്വലി നമ്മുടെ ഈ വിൻ്റർ ക്ലോത്ത്സിലാണ് ഇത് കൂടുതലായിട്ട് വരുന്നത്. പക്ഷെ ഇന്ന് ഞാൻ എടുത്തപ്പോൾ എൻ്റെ ഒരു പുതിയ കോട്ടൺ ബെഡ്ഷീറ്റിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോഴാണത് ഇതിനെയാണ് ഫാബ്രിക് ഷേവർ എന്ന് പറയുന്നത്. ഇതൊരു നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. ഇത് റീചാർജബിൾ ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇത് ഞാൻ എങ്ങനെയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നതെന്ന് കാണിക്കാം. ഇതിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഈ ഫാബ്രിക് ഷേവർ ഈ മുകളിൽ ഇങ്ങനെ വന്നിട്ടുള്ള എല്ലാ ഇതിനെയും റിമൂവ് ചെയ്തിട്ട് കളയും. എന്നിട്ട് പിന്നെ നമ്മുടെ കോട്ടൺ തുണി വീണ്ടും സ്മൂത്തായിട്ട് ഇരിക്കും. ഇതൊരു നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. ഉണ്ടോ? ഇത് സ്മൂത്തായി നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇതിപ്പം സ്മൂത്തായി ഇതിൻ്റെ ലിൻഡൊക്കെ പോയി. ഇത് ലിൻഡ് നമ്മുടെ കട്ടിങ്ങും ഷേവിങ്ങൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാമേ. ഇതിനകത്ത് എത്രത്തോളം കട്ടിങ്ങും ഷേവ് ചെയ്ത പാർട്ട് ഉണ്ട്. ഓക്കെ, തുറന്നിട്ടുണ്ട്. കണ്ടോ? ഇത്രയും ഞാനിപ്പോൾ ഇതിനകത്തുനിന്ന് ഷേവ് ചെയ്തതാണ് കേട്ടോ. കണ്ടോ? ഇത്രയും ഇത് പൊങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രൊഡക്റ്റ് വരുന്നത് ഇതിനകത്ത് കണ്ടോ, ഇതിനകത്തൊരു ചെറിയൊരു ഇതുണ്ട്, ഷേവ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. ഇതിൻ്റെ ഒരു കവറാണ്, നമുക്കിത് അഴിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഇതിനകത്ത് കേട്ടോ, ഇത് ചാർജറാണ്. ഇത് നമുക്ക് ആവശ്യമില്ലാത്തപ്പോൾ നമുക്കിത് ഇങ്ങനെ അടച്ചു വെക്കാവുന്ന ഒരു കവർ കൂടി ഉണ്ട് കേട്ടോ. ഇതൊരു നല്ല പ്രൊഡക്റ്റാണ്. പിന്നെ നമ്മുടെ പാൻറ്റിലൊക്കെ ഇങ്ങനെ പൊങ്ങി വരിക, ഡ്രസ്സിൽ ചുരിദാറിലൊക്കെ ഇങ്ങനെ പൊങ്ങി വരത്തില്ലേ, അപ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്രൊഡക്റ്റാണ്. വെരി ഹാപ്പി വിത്ത് ദ പ്രൊഡക്റ്റ് കേട്ടോ. ഓക്കെ, ഇതുപോലുള്ള പ്രൊഡക്ട്സ് ആമസോണിലും അതുപോലെ ഫ്ലിപ്കാർട്ടിലും ഒക്കെ കാണും. ഓക്കെ, അപ്പോൾ ഒരു നല്ല പ്രൊഡക്റ്റാണ്. നിങ്ങൾ ഇതും കൂടി ഉള്ളത് മേടിക്കുക. റീചാർജബിൾ ആയിട്ടുള്ളതാണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഗുഡ് പ്രൊഡക്റ്റ്.